അവന് സുഖമില്ലാതിരിക്കാണ്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. എന്ത് പറ്റിയടാ? പനി പിടിച്ച? ആ പന്നികള് പിടിച്ചടാ. രാവിലെ അവന്മാരെന്നെ കെട്ടിത്തൂക്കി പുഴുങ്ങിയടാ. നിന്നെ പുഴുങ്ങാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. അതല്ല, വെട്ടിയ പാട് ദാ ഇവിടെ. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. നിനക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? എന്നോടാണോ പോരാടുന്നേ? കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. കണ്ടോ മഞ്ഞച്ചട്ടം? ഇത് ഞാൻ അമ്മ കൊടുത്തു വാക്കാ. ചാടി പോകും കോഴി മുട്ടയ്ക്ക്. മൊട്ടയില് കൂടോത്രം പ്യാരി പറഞ്ഞു കേട്ടപ്പോ ചാത്ത സേവ അപകടം പറ്റാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണം. കുഴിയിൽ വീണേ എന്നോടാണോ പോരാടുന്നേ? ചേച്ചിമാരെ, ചേട്ടന്മാരെ, അളിയന്മാരെ, അനിയന്മാരെ. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇങ്ങോട്ടൊന്നു നോക്കിയിടാനേ. പരമ കഷ്ടം. മാമന്മാരെ, മച്ചാന്മാരെ. എല്ലാരും വിളിച്ചു. എന്താ ഇത്? ഒന്ന് വേഗം മേളം അടിക്കേ. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. തനിയെ പൂരം കാണാൻ നീ പോന്നതല്ലേ? എന്നെഞ്ചിനുള്ളിൽ കിടുകിടാന്ന് ഊതുന്നു വിസില്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. കണ്ടില്ലേ? നീ എന്തിനാ പിണങ്ങുന്നേ? ആടിന്റെ അതേ ശബ്ദം. ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണു രണ്ടും കണ്ടാലോ ആ കൊഴുക്കട്ട പോലെ. അവന്റെ കൊരവള്ളിക്ക് ഇനി ചെവി തോണ്ടാൻ പോലും നീ പേനയെടുത്തെന്നറിഞ്ഞ നിന്റെ കൈ ഞാൻ വെട്ടു. പോയിടാ അവിടെ. അടുപ്പിന്മേലെ വെച്ച പാൽക്കുടം കാച്ചി നീ പൊങ്ങുന്നതും നോക്കി നിന്നു പൂച്ചയെ പോലെ. അരമ്പത്തെ കുത്തുന്ന നോക്കുകുത്തിയല്ലേ, ഒരു കൊട്ടി വന്നാൽ അവനുടനെ തെറ്റാലി കൊണ്ടെയ്യും. വയലാർ എഴുതുമോ ഇതുപോലെ? തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.